SDPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ ഷാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ പോലും ആകാത്തത് നീതി നിഷേധമാണെന്ന് ഷാനിന്റെ പിതാവ് സലീം. ഇരട്ട കൊലപാതക കേസിൽ ആദ്യ കൊലപാതകത്തിന്റെ കേസ് വഴിമുട്ടി നിൽക്കുകയാണ്. കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തുന്ന തനിക്ക് നീതി ലഭിക്കണം. ഒരു കേസിലെ കുറ്റവാളികൾ ജയിലിൽ കഴിയുമ്പോൾ ഷാനെ വധിച്ചവർ പുറത്താണെന്നും ഇത് ഇരട്ടത്താപ്പാണെന്നും പിതാവ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. 2021 ഡിസംബർ 18 രാത്രി SDPI നേതാവ് KS ഷാനും 19 രാവിലെ BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസും കൊല്ലപ്പെടുന്നു. ഈ രണ്ട് കേസുകളിലും അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയിരുന്നു. പക്ഷേ ആദ്യ സംഭവമായ ഷാൻ കൊലക്കേസിൽ ഇതുവരെ പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടില്ല. എന്നാൽ രണ്ടാം സംഭവമായ രഞ്ജിത്ത് വധക്കേസിൽ വിചാരണ പൂർത്തിയാക്കി ഈ മാസം 20 വിധി പറയും. രണ്ട് കേസിൽ രണ്ട് നീതി കാണുന്ന പിതാവിന്റെ ദുഃഖമാണ് പങ്കുവെക്കുന്നത്. നമ്മളിപ്പം ഒരാൾ മരണപ്പെട്ട് മറൊരാളെ കൊല്ലുന്നതിനേക്കാൾ ഉപരി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് നീതി ലഭിക്കണം. നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ കൊള്ളുന്ന രീതിയിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അതിന് ഗവൺമെൻറ് സാധാരണക്കാരനെന്ന നിലയിൽ നമ്മുടെ ഗവൺമെൻറ് വിചാരിച്ചാൽ നല്ലൊരു പ്രോസിക്യൂട്ടർ വയ്ക്കാനും അങ്ങനെ ഒത്തിരി കേസുകൾ തെളിയിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒത്തിരി കേസുകൾ തെളിയിച്ചതായിട്ട് എനിക്കറിയാം. ഇങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കേസും അതിനൊപ്പം സമരവും നടത്താനുള്ള കഴിവില്ല. അതാണ് വിഷമം കടിച്ചമർത്തി കൊച്ചുമക്കളെ അടക്കം സംരക്ഷിച്ച് കഴിയുന്നത്. നീതി ലഭിക്കാൻ സർക്കാർ ഇടപെടലാണ് ഈ പിതാവ് തേടുന്നത്. എനിക്ക് നീതി ലഭിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. പക്ഷേ എനിക്ക് സെക്രട്ടേറിയറ്റിൽ പോയിരിക്കാനോ അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഓട്ടോറിക്ഷ ഓടി ഉപജീവന മാർഗം കഴിക്കുന്നതിനാണ്. ദൈനംദിന ജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടുന്ന ഞാനാണ്. എൻ്റെ ചില കാര്യങ്ങളിൽ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നതും എൻ്റെ മകനാണ്. അന്നേരം അത് നഷ്ടപ്പെടുകയും എൻ്റെ ഉപജീവന മാർഗത്തിൽ നടക്കുകയും ചെയ്യുന്ന എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട അത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചപ്പോഴാണ് എൻ്റെ ഹൃദയം പൊടിഞ്ഞു പോയത്. ഷാൻ വധക്കേസിൽ 13 പ്രതികളാണുള്ളത്. ഇവർക്കെല്ലാം ജാമ്യം ലഭിച്ചു. അതേസമയം രഞ്ജിത്ത് വധക്കേസിലെ 15 പ്രതികളും മാവേലിക്കര ജില്ലാ ജയിലിലുമാണ്. യു ഷൈജു, മീഡിയ 1, ആലപ്പുഴ.